Hi everyone, welcome to Bright Minds Aware Expert Talk series. Today we have with us Dr. U. Suresh Kumar to interact with us and make us aware of Indian educational streams and various other academic options. Dr. U. Suresh Kumar sir is currently the principal of Sri Shankara School, Cherthala. He was the former district director of Sarva Shiksha Abhiyan. He is also the member of textbook preparation team of Kerala State, and he is also the state resource person for training. Having a PhD in parenting, Dr. Suresh sir is an expert in counseling, career guidance, and training. Let me welcome Suresh sir to this program. Okay. Thank you. Dear ones, നമുക്ക് തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് നിങ്ങളുടെ കരിയർ ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം. കാരണം അത് തീരുമാനിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ നമ്മൾ കരിയർ ഓപ്റ്റ് ചെയ്യുന്നത് എന്റെ കൂടെ പഠിച്ചിരുന്നവർ ഇന്ന കരിയർ ഓപ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ആ കരിയർ ഓപ്റ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇതേക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ, ഞാനത് ഓപ്റ്റ് ചെയ്തു. ഈ ഘട്ടങ്ങളൊക്കെ 21st സെഞ്ച്വറിയിൽ മാറിക്കഴിഞ്ഞു. ഏത് കരിയറാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ കരിയറിൽ 30-32 വർഷം നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് കരിയർ തിരഞ്ഞെടുക്കുക. കരിയർ തിരഞ്ഞെടുക്കുന്നതിന് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള 100,000 സാധ്യതകൾ, ആ 10,000-3000 തൊഴിലുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമായ, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ആദ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ 4-5 വർഷങ്ങളാണ്. ദാറ്റ് മീൻസ് +2, ദെൻ അതിനുശേഷമുള്ള ഒരു കരിയർ സെലക്ഷൻ, ദെൻ ആ കോഴ്സിന്റെ ഫലപ്രദമായ എഫക്റ്റീവായ കംപ്ലീഷൻ. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് ആ നിലയിലേക്ക് പോകാൻ കഴിയും. നമ്മുടെ മുമ്പിൽ ഒരു 100,000 ഉദാഹരണം, ഒരുപാട് ഇഷ്ടപ്പെട്ട കരിയറിലേക്ക് പോയി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ തരത്തിൽ നമുക്ക് നമ്മളുടെ കരിയർ തീരുമാനിക്കപ്പെടും. അതില് എനിക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു ജോലിയെ കുറിച്ച് സ്വപ്നം കാണും. 4 D ആണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ, ഡ്രീം. ഫസ്റ്റ് D മീൻസ് ഡ്രീം, ഒരു ജോലി സ്വപ്നം കാണണം. രണ്ടാമത്തത്, ആ സ്വപ്നം കാണുന്ന ജോലി ഒരു ഡിസയറായി ആ ഡ്രീമിനെ മാറ്റാൻ കഴിയും. ആ ഡ്രീമിനെ ഡിസയറായി മാറ്റിയാൽ ഓട്ടോമാറ്റിക്കലി അതൊരു ഡിസിഷനാണ്. ആ ഡിസിഷൻ ഡിറ്റർമിനേഷൻ ആയാൽ ഉറപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വിജയകരമായി എത്താൻ കഴിയും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഞാൻ പറഞ്ഞത് സ്ഥാപനം തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എവിടെ പഠിച്ചു എന്നുള്ളത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ മാത്രം പറയാം. നമ്മളുടെ കേരളത്തില് ഒരു 136ഓളം സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഈ സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിലും ബിടെക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ IIT-യിലും ബിടെക് ആണ്. പക്ഷെ നിങ്ങൾ നാട്ടിലെ ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ബിടെക് പൂർത്തിയാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം സാലറി 3.5 lakhs to 6 lakhs ആയി മാക്സിമം. മറിച്ച് അത് IIT എന്നാകുമ്പം 25 lakhs to 2.5 crores എന്നാണ് വ്യത്യാസം. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു സാധ്യതകളിലേക്ക് ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, നമ്മളുടെ ഒരു പഴയ ഒരു സങ്കല്പമാണ് +2-ന് ശേഷം ആകെ 2 ഓപ്ഷൻ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ. അല്ല, അതിനേക്കാൾ മനോഹരമായ, അതിനേക്കാൾ മെച്ചപ്പെട്ട ധാരാളം ഓപ്ഷൻസ് ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പോഴും നമ്മളുടെ ഇവിടെ മെഡിക്കൽ സ്ട്രീമിനുള്ള സാധ്യതയ്ക്ക് യാതൊരു സംഭവിച്ചിട്ടില്ല. പ്രധാനമായിട്ടുള്ളത് മെഡിക്കൽ സ്ട്രീം തന്നെയാണ്. മെഡിക്കൽ സ്ട്രീമിൽ നമുക്കൊരൊറ്റ എക്സാമേ ഉള്ളൂ. പണ്ട് നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ എക്സാമേ ഉള്ളൂ, നീറ്റ്. നീറ്റ് എന്ന് പറയുന്ന
എക്സാംസിലൂടെ മാത്രമാണ് നമുക്ക് മെഡിക്കൽ സ്ട്രീമിലേക്ക് പോരാൻ പറ്റുക. പ്രത്യേകിച്ച് ഒരു കേരളൈറ്റായ മലയാളിയായ ഒരു കുട്ടിക്ക് ഏത് സ്ട്രീമിലേക്ക് മെഡിക്കൽ സ്ട്രീമിലേക്ക് പോകണമെങ്കിലും അത് നീറ്റിന്റെ സ്കോറിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. കേരളത്തിൽ അതിനുവേണ്ടി മറ്റൊരു എക്സാം നടത്തുന്നില്ല. ഓൾ ഇന്ത്യ നീറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നീറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമിനേഷന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ആ എക്സാമിനേഷന്റെ ഒരു പ്രത്യേകത, അതിന് 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ്സ്, 180 ചോദ്യങ്ങൾ 180 മിനിറ്റ്, അത്രയുള്ള എക്സാം. 90 ക്വസ്റ്റ്യൻസ് ഫ്രം ബയോളജി, 45 ഫ്രം ഫിസിക്സ് ആൻഡ് 45 ഫ്രം കെമിസ്ട്രി. 90 ചോദ്യങ്ങൾ, 180 ചോദ്യങ്ങൾ, 180 മിനിറ്റ്. അത് എയിംസ് വരുമ്പോഴേക്ക്, സോറി AFMC വരുമ്പോഴേക്ക് ഒരു അല്പം വ്യത്യാസം വരുള്ളൂ, ഞാൻ പിന്നീട് പറഞ്ഞത്. അപ്പൊ ഇതാണ് അതിന്റെ കോമൺ ഒരു ഫാക്ട്. ഈ 180 മിനിറ്റ് കൊണ്ട് 180 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും. ദാറ്റ് മീൻസ് ഒറ്റ മിനിറ്റിൽ ചോദ്യം വായിച്ച് അതിന്റെ ഏറ്റവും ആക്യുറേറ്റ് ആയ ഉത്തരം ഏതാണെന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തിയാൽ അതിന്റെ ബേസിലാണ് റാങ്ക് വരുന്നത്. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിലുള്ള ആകെ മെഡിക്കൽ സീറ്റിലെ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ മെഡിക്കൽ സീറ്റിലെ 85% സീറ്റും നീറ്റിൽ നിന്ന് ഡയറക്റ്റ് ആണ് എടുക്കുക. 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയാണ്. നമുക്ക് അതിനും അപ്ലൈ ചെയ്യാം, നമ്മൾ 85% സീറ്റിനും അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഓപ്ഷൻ ഇതാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് MBBS. അതിൽ കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അപ്ലൈ ചെയ്യുന്നവരിൽ റാങ്കില് ഏറ്റവും കൂടുതൽ വരുന്ന, മറ്റേ കമ്മ്യൂണിറ്റി റൊട്ടേഷൻസ് മറ്റെല്ലാ കണ്ടീഷൻസും ഒക്കെ വെച്ചിട്ട് വരുന്ന 85% നിന്ന് വരുന്ന റാങ്കിനനുസരിച്ചാണ് അതിന്റെ പോസ്റ്റിംഗ്. രണ്ടാമത്തത് 15% ഓൾ ഇന്ത്യക്ക്. മുമ്പ് നമുക്ക് പിന്നെ ജമ്മു കാശ്മീർ പറ്റില്ലായിരുന്നു, നമുക്ക് പിന്നെ തെലങ്കാന പറ്റില്ലായിരുന്നു, ആന്ധ്ര പറ്റില്ലായിരുന്നു. ഇപ്പൊ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ ഒരൊറ്റ കണ്ടീഷൻ, ഈ ഒരൊറ്റ ലിസ്റ്റ് ഇന്ന് എടുക്കുള്ളൂ. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റിന് ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഗവൺമെന്റ് മെറിറ്റിൽ വരുന്ന കണ്ടീഷൻസ്. ഇനി കേരളത്തിന്റെ കണ്ടീഷൻ എടുത്താൽ ഫസ്റ്റ് MBBS. അതിന്റെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് BDS, ഡെന്റൽ സർജറി. ഒരുപാട് സാധ്യതയുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വീറ്റ്സ് ഉപയോഗിക്കുന്ന അത്രയും കാലത്തോളം നമുക്ക് ഒരു പരിമിതിയില്ല ഡെന്റൽ സർജൻസിന്. അപ്പൊ ഡെന്റിസ്ട്രിക്ക് വലിയ സാധ്യതയുള്ളതാണ് BDS. സെക്കൻഡ് ഓപ്ഷനാണ് BDS. തേർഡ് എന്ന് പറയുന്നത് സെയിം സാധ്യതയുള്ള വലിയൊരു മെച്ചപ്പെട്ട സാധനമാണ് BAMS, ബാച്ചലർ ഇൻ ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. നമ്മുടെ ആയുർവേദ ഡോക്ടേഴ്സിന്റെ സെയിം സാധനമാണ് BAMS. ദെൻ നാലാമത്തെ ഓപ്ഷനാണ് BHMS, ബാച്ചലർ ഇൻ ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി. സെയിം നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത സാധനം അത് BSMS, ബാച്ചലർ ഇൻ സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി. അതിന് കേരളത്തിൽ ഒരു പരിമിതിയുണ്ട്. ഒരു മെഡിക്കൽ കോളേജേ ഉള്ളൂ കേരളത്തിൽ സിദ്ധ മെഡിസിൻ. ഒരു മെഡിക്കൽ കോളേജേ ഉള്ളൂ. അത് സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജുകളാണ്. പക്ഷെ ഇതിനകത്ത് നിന്നാണ് എടുക്കുന്നത്. അതിൽ ഗവൺമെന്റ് സീറ്റുകൾ കിട്ടും. BSMS സിദ്ധ മെഡിക്കൽ കോളേജ്. ദെൻ അടുത്തത് BUMS, ബാച്ചലർ ഇൻ യുനാനി മെഡിസിൻ ആൻഡ് സർജറി. വലിയ സ്കോപ്പുള്ള, ഈ സിദ്ധയും യുനാനിയും ഒക്കെ വലിയ സ്കോപ്പാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വരികയാണ്, സിദ്ധയുടെയും യുനാനിയുടെയും. അപ്പൊ അവിടെയും ഒക്കെ വലിയ സാധ്യതയുള്ളതാണ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി. അപ്പൊ ഇതാണ് മെഡിക്കൽ ഫീൽഡിൽ വരുന്ന സാധനം, പ്രധാനമായിട്ട് വരുന്നത്. MBBS, BDS, BAMS, BHMS, BSMS ആൻഡ് BUMS 6. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ സ്കോപ്പുള്ള സാധനമുണ്ട് കേരളത്തിൽ. BVSc ആൻഡ് AH, ബാച്ചലർ ഇൻ വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. വലിയ സാധ്യതയുള്ള ഒരു സാധനമാണ് BVSc ആൻഡ് AH. BVSc ആൻഡ് AHന് നമുക്കൊരു വെറ്റിനറി കോളേജസ് ഉണ്ട്, 2 ആ കോളേജസിൽ അഡ്മിഷൻ മാത്രമേ ഉള്ളൂ നമ്മളുടെ കേരളത്തിൽ നീറ്റിൽ നിന്ന് എഴുതുകയാണ്. ഇതിന് അത് കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ. ദെൻ വരുന്നത് അത് അടുത്ത 4 വർഷത്തെ ഒരു കോഴ്സാണ് BSc ഫോറസ്ട്രി. ഒറ്റ കോളേജേ ഉള്ളൂ, പീച്ചിയില്, തൃശ്ശൂർ പീച്ചിയില്. വലിയ സാധ്യതയുള്ള ഒരു കോഴ്സാണ് BSc ഫോറസ്ട്രി. ദെൻ അടുത്തത് BFSc,
ബാച്ചലർ ഇൻ ഫിഷറി സയൻസ്. ബാച്ചലർ ഇൻ ഫിഷറി സയൻസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകലാശാല, അത് കേരളത്തിലാണ്. അതിന്റെ പേരാണ് കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ്. അത് പിന്നെ കൊച്ചിയിലാണ്, പനങ്ങാടാണ്. ആ യൂണിവേഴ്സിറ്റിയിലാണ് BFSC എന്ന് പറയുന്നത്, ബാച്ചലർ ഇൻ ഫിഷറീസ് സയൻസ്. ആ ഫിഷറി BFSC അതിന്റെ കോഴ്സും ഇത്രയും കോഴ്സുകൾക്ക്, ഈ 10 കോഴ്സുകൾക്ക് കേരളത്തില് അഡ്മിഷൻ നടക്കുന്നത് സ്ട്രെയിറ്റ് ആയി നീറ്റിൽ നിന്നാണ്. അപ്പൊ നീറ്റ് എക്സാം വളരെ പ്രധാനപ്പെട്ട, വളരെ കാര്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു എക്സാം. നീറ്റിനോട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട 3 സ്ഥാപനങ്ങളാണ് ടോപ്പിൽ വരുന്നത്. നമുക്ക് ഏറ്റവും പഠിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ടത് 3 സ്ഥാപനങ്ങളാണ്. ആദ്യത്തത് AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, പൂന. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, പൂന. നീറ്റിൽ ആദ്യത്തെ 1000 റാങ്ക് വന്നാൽ AFMCയുടെ സെപ്പറേറ്റ് ഫോമിൽ അവരോട് അപ്ലൈ ചെയ്യണം. അവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം, താമസം, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ ചെലവുകൾ, നിങ്ങളുടെ യാത്ര, ഇതെല്ലാം ഫ്രീ ആയി. ഒരു ബോണ്ട് മാത്രം മതി. കോഴ്സ് പൂർത്തിയാക്കിയാൽ 5 വർഷം ഇന്ത്യൻ മിലിറ്ററിയെ സെർവ് ചെയ്യാവുന്നുള്ള ഒരു ബോണ്ട് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ കംപ്ലീറ്റ് പഠനവും ഫ്രീ ആയി നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ് AFMC പൂന, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, പൂനെ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. Then second one, AIIMS, All India Institute of Medical Sciences. ഇന്ത്യയില് 9 എയിംസുകളുണ്ട്. അതിലെ അവസാനത്തെ വിജയവാഡയും നാഗപ്പൂരും ഒഴിച്ച്, ലാസ്റ്റ് രണ്ടെണ്ണമാണ് വിജയവാഡ, നാഗപ്പൂർ. അവിടെയൊക്കെ 50 സീറ്റ്സേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും 100 സീറ്റാണ്. ആ 100 സീറ്റിൽ ഡൽഹിയിൽ 107 സീറ്റുമുണ്ട്. പക്ഷെ ഡൽഹിയിലെ 7 സീറ്റ് ഫോറിൻ സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പൊ ബാക്കി 100 സീറ്റുകളുള്ള ഒരു മെച്ചപ്പെട്ട സ്ഥലമാണ് എയിംസ്. എയിംസും ഏറ്റവും മെച്ചപ്പെട്ട മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ഇന്ത്യൻ സ്ഥാപനങ്ങളാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. പ്രത്യേകത, ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് അറൌണ്ട് 1500 rupees. അത്ര ഏറ്റവും ലോവസ്റ്റ് ഫീസിൽ പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് എയിംസ്. അതിനേക്കാൾ മെച്ചപ്പെട്ട, അടുത്ത അല്പം കൂടി ഫീസ് കൂടുതൽ കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥാപനമാണ് ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് ജിപ്മർ, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയിലും കാരക്കലിലും അവർക്കൊരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. 2 സ്ഥലത്തും കൂടി 200 പേർക്ക്, 150, 50, 200 പേർക്ക് അഡ്മിഷൻ കിട്ടും. ഒരുപാട് മലയാളി സ്റ്റുഡൻസ് അഡ്മിഷൻ നേടുന്ന ഒരു സ്ഥലമാണ്. അവിടെ അഡ്മിഷൻ കിട്ടിയാലുള്ള പ്രത്യേകത, വലിയൊരു ക്യാമ്പസാണ്, ഫീസ് വളരെ കുറവാണ്. രണ്ടാമത്തെ, അവിടുന്ന് നല്ല ഒരുമാതിരി മെച്ചപ്പെട്ട രീതിയിൽ പഠിച്ചു പോകുന്ന കുട്ടിക്ക് MBBS, MDO, MBBS, MSO കഴിഞ്ഞ് തിരിച്ചു പുറത്തിറങ്ങി പോരാൻ കഴിയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ ഒന്നാണ് ജിപ്മർ. ഇത്രയുമാണ് മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻസ്. ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. അഗ്രികൾച്ചർ, വെറ്റിനറി ഈ കോഴ്സുകളിൽ താല്പര്യമുള്ള, ഹോർട്ടിക്കൾച്ചർ ഈ കോഴ്സുകളിൽ താല്പര്യം, ഫോറസ്ട്രി, ഫിഷ് ഈ കോഴ്സുകളിൽ താല്പര്യമുള്ളവർക്ക് ഓൾ ഇന്ത്യ ആയിട്ട് നടത്തുന്ന +2 ശേഷമുള്ള ഒരു എക്സാമിനേഷൻ കൂടിയുണ്ട്, ഐക്കർ എന്ന് പറയുന്നത്, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്. ഐക്കർ എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എഴുതിയാൽ ഒരു ആവറേജ് വിദ്യാർത്ഥിക്ക് ഉറപ്പായി അഡ്മിഷൻ കിട്ടും. കാരണം കേരളത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട 4 കോളേജുകളെ ഉള്ളൂ. മറിച്ച് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രയിലുമൊക്കെ 200-ന് മുകളിൽ 300-ന് മുകളിൽ കോളേജസ് ഉള്ള സ്റ്റേറ്റ്സുകളാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവിടുത്തെ 15% സീറ്റിന് വേണ്ടിയുള്ള ആൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് ഐക്കറിന്റെ, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ. അതുകൂടി എഴുതാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നീറ്റ് എഴുതുന്ന കുട്ടി ഓട്ടോമാറ്റിക്കായി ഈ ഒരു ഐക്കർ കൂടി എഴുതിയാൽ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ഒരുപാട് സ്കോപ്പുള്ള, ഇന്ത്യയിലെ ഡെവലപ്മെന്റിൽ ഒരുപാട് സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ BBSc, ബാച്ചലർ ഇൻ വെറ്റിനറി സയൻസസ്, അനിമൽ ഹസ്ബൻഡറി, ഹോർട്ടിക്കൾച്ചർ ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. എഞ്ചിനീയറിംഗിനാണ് ഏറ്റവും വലിയ സാധ്യതകളുള്ളത്. നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയും
മേക്ക് ഇൻ ഇന്ത്യയും പിന്നെ എല്ലാം വരുമ്പോഴേക്കും ഏറ്റവും വലിയ തൊഴിൽ സാധ്യതയുടെ മേഖലകളായി ഒരിക്കലും അവസാനിക്കാത്ത തൊഴിലിന്റെ ഒരു അക്ഷയഖനിയായിട്ട് മാറുന്നു എഞ്ചിനീയറിംഗ് സെക്ടർ. അപ്പൊ ആ എഞ്ചിനീയറിംഗ് സെക്ടറിലേക്ക് അതിൽ പോകുമ്പോഴേക്കും അതിന് നമുക്ക് പ്രധാനമായും 2 എക്സാംസ് ആണ് ഒരു കേരളൈറ്റ് എഴുതേണ്ടത്. ഒന്ന് JEE, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. അതിന് 2 സെക്ടർ. ഒന്ന് അതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഏതാണ്ട് 19 ലക്ഷം പേര് എഴുതുന്ന ഒരു പരീക്ഷയാണ് JEE മെയിൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട 2,50,000 പേർക്ക് മാത്രമാണ് അടുത്ത എക്സാം എഴുതാൻ കഴിയുക. അതാണ് JEE അഡ്വാൻസ്ഡ്. കഴിഞ്ഞ വർഷം വരെ അത് 2,40,000 ആയിരുന്നു. ഈ വർഷം മുതൽ അത് 2,50,000 ആക്കിയിട്ടുണ്ട്. JEE മെയിൻ എഴുതുന്ന ആകെയുള്ള കുട്ടികളിൽ 2,50,000 പേർക്ക് JEE അഡ്വാൻസ്ഡ് എഴുതാം. അതിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് IITs ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. 23 IIT ഉണ്ട് ഇന്ത്യയിൽ. ഈ 23 IIT-കളിൽ ഏറ്റവും മെച്ചപ്പെട്ട IIT-കളിൽ അഡ്മിഷൻ നേടുക എന്ന് പറയുന്നത്. ഇതിപ്പോ ഓരോ വർഷവും ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ വ്യത്യാസപ്പെടും. എന്നാലും ആദ്യത്തെ ഒരു 4-5 എണ്ണം വലിയ മാറ്റം വരാറില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ IIT ബോംബെ, IIT ഡൽഹി, IIT ചെന്നൈ, ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ റാങ്കിങ്ങാണ് പറയുന്നത്, IIT ചെന്നൈ, then IIT ഖരഗ്പൂർ ആൻഡ് IIT കാൺപൂർ. ഇതാണ് ഫസ്റ്റ് 5 ആയിട്ട് നിൽക്കുന്നത്. ഈ വർഷത്തെ റാങ്കിങ് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റും. അപ്പൊ ആ തരത്തിൽ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ വ്യത്യാസപ്പെടുന്ന ഒരു വലിയ കണ്ടീഷൻസും. അപ്പൊ ആ കണ്ടീഷൻസിൽ നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ IITs ആയിരിക്കണം. 23 IIT ഉണ്ട്. ഏറ്റവും അവസാനത്ത് നമ്മുടെ കേരളത്തിലെ IIT ആണ് IIT. അപ്പൊ അവിടുന്ന് പോകുന്ന കുട്ടിക്ക് പോലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യത്തെ 5 IIT ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് വിഷയവും നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി 400%. ദാറ്റ് മീൻസ് ഏറ്റവും കുറഞ്ഞത് കമ്പനികൾ നിങ്ങളോട് ഞങ്ങളുടെ ഒപ്പം വരുന്നു എന്ന് ചോദിച്ചു. മിനിമം സാധ്യതയാണ് ഞാൻ പറഞ്ഞത് 400%. 4 കമ്പനികളെങ്കിലും മിനിമം ഈ മുൻനിര IIT-കളിലേക്ക് പോകാൻ കഴിയും. സ്റ്റാർട്ടിംഗ് സാലറി 25 lakhs ഫ്രം ആണ് തുടങ്ങുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ ഏറ്റവും ടോപ്പായി നേടിയ മലയാളിയാണ് ടോപ്പ് സാലറി വന്നത്. പിന്നെ IIT മുംബൈയിൽ നിന്ന് മലയാളിയായ കുട്ടിയാണ്. അതിന്റെ 2.5 crores മറ്റെയാണ് ഓഫർ. അപ്പൊ അതേ രീതിയിലുള്ള വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് IITs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. 23. അപ്പൊ അതിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് JEE അഡ്വാൻസ്ഡിൽ റാങ്ക് അനുസരിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. പിന്നെ അവരുടേതായ ഒരു ചെറിയ സ്ക്രീനിങ് ഉണ്ടാവും. എന്നാലും JEE അഡ്വാൻസ്ഡിന്റെ സ്കോർ ആയിരിക്കും അത് തീരുമാനിക്കുന്ന ഘടകം. അപ്പം അങ്ങനെയാണെങ്കിൽ JEE അഡ്വാൻസ്ഡിൽ റാങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. ഇനി ആദ്യത്തെ മെയിൻ മാത്രമേ ക്ലിയർ ചെയ്യുന്നുള്ളെങ്കിൽ IIT കഴിഞ്ഞാൽ 2 സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഞ്ചിനീയറിംഗ് മേഖലകളിൽ. ഒന്ന് NITs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. NITs 33 NITs ഉണ്ട് ഇന്ത്യയിൽ. 33 NITs ഉണ്ട്. അതിലെ ആദ്യത്തെ ടോപ്പ് 3 സൗത്ത് ഇന്ത്യയിലാണ്. നമ്പർ 1 NIT ട്രിച്ചി, തമിഴ്നാട്ടിൽ. നമ്പർ 2 NIT സൂറത്കൽ, നമ്പർ 3 NIT വാറങ്കൽ. നമ്മുടെ കോഴിക്കോട് NITs ഒക്കെ ഉണ്ട്. ഒരുപാട് NITs ഉണ്ട്. 33 NITs ഉണ്ട്. ഈ NITs-ലെ അഡ്മിഷൻസ് എന്ന് പറയുന്നത് 50% സീറ്റ്സ് ആണോ NIT പ്രവർത്തിക്കുന്നത് ആ സ്റ്റേറ്റിലെ. കോഴിക്കോട് NIT ഉണ്ട്. കോഴിക്കോട് NIT-ലെ ആകെ സീറ്റിന്റെ 50% സീറ്റ് മലയാളിയായിട്ടുള്ള കുട്ടിക്ക് റിസർവ്ഡ് ആണ്. കേരളത്തിൽ നിന്നുള്ള കുട്ടിക്ക് റിസർവ്ഡ്. അപ്പൊ അതിന്റെ റാങ്ക് തീരുമാനിക്കുന്നത് ഈ JEE മെയിനിന്റെ സ്കോർ വെച്ചിട്ടാണ്. JEE മെയിന്റെ സ്കോറിനെ പരിഗണിച്ചുകൊണ്ടാണ് അത് തീരുമാനിക്കുക. അപ്പൊ JEE മെയിനിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് NITs-ൽ അഡ്മിഷൻ പറ്റും.
അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ്, IIIT എന്ന് പറയും. അതും 33. അതിലും അഡ്മിഷൻ തീരുമാനിക്കുന്ന മെയിൻ്റെ സ്കോർ വെച്ചിട്ടാണ്. അപ്പം JEE എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെടുന്ന, അതിൽ താല്പര്യമുള്ള കുട്ടികൾ അവർ മെയിനായി ഫോക്കസ് ചെയ്യേണ്ട JEE, അതിന്റെ മെയിനും അതിന്റെ അഡ്വാൻസ്ഡ്. മെയിൻ ക്വാളിഫൈ ചെയ്താൽ പോലും ഞാൻ ഈ പറയുന്ന NITs, IITsലെയും IIITsലെയും അഡ്മിഷൻസ് ഉറപ്പാക്കാൻ കഴിയും. മറിച്ച് അപ്പുറത്ത് പിന്നെ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്താൽ, അതിന് റാങ്ക് ചെയ്തപ്പെട്ടാൽ ഈ ഒരു സാധ്യതയും ഉണ്ട്. ഇനി ആ എക്സാമിനേഷന് മറ്റൊരു പ്രത്യേകത, ഇതില് ഏറ്റവും ഇതേപോലെ തന്നെ പ്രത്യേകതയുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യയിലാകെയുള്ള ഒരേ ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനം, IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. ISRO നേരിട്ട് നടത്തുന്ന ഒരേ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. ഇത് തിരുവനന്തപുരത്താണ് ഇത് പ്രവർത്തിക്കുക, വലിയമല, തിരുവനന്തപുരം. ഇതിന്റെ പ്രത്യേകത, അവിടുത്തെ അഡ്മിഷൻ തീരുമാനിക്കുന്നത് അഡ്വാൻസ്ഡ് റാങ്ക് വെച്ചിട്ടാണ്. അഡ്വാൻസ്ഡ് റാങ്ക് വെച്ച് അവിടെ അപ്ലൈ ചെയ്യുന്നവർക്കാണ് അഡ്മിഷൻ കിട്ടുക. അവിടെ 3 വിഷയങ്ങളിലാണ് പ്രധാനമായും അവിടെ പിന്നെ എക്സാമിനേഷൻസ് നടക്കുക. അവിടുത്തെ ഒന്ന് ഏവിയോണിക്സ്, ഒന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, മറ്റൊന്ന് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. ഈ 3 കാര്യത്തിലും ബിടെക് അവിടെ ഉണ്ട്. ഒന്ന് ഏവിയോണിക്സ്, രണ്ടാമത്തത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, മൂന്നാമത്തത് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, ഫിസിക്കൽ സയൻസ്. ഈ 3 ബിടെക് കോഴ്സുകളാണ് അവിടെ ഉള്ളത്. ആ സ്ഥാപനത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഏഷ്യയിൽ വേറൊരു സ്ഥാപനമില്ല. ISRO പോലത്തെ ഒരു സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു സ്ഥാപനമില്ല. രണ്ടാമത്തേത്, അവിടെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടിക്ക് 1 രൂപ പോലും ഫീസ് കൊടുക്കേണ്ടതില്ല. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ആണ്. രണ്ടാമത്തത്, അക്കോമഡേഷൻ ആൻഡ് ഫുഡ്, എവരിത്തിങ് ഫ്രീ ആണ്, 1 പൈസ ചെലവില്ല. രണ്ടാമത്തത്, മെച്ചപ്പെട്ട പെർഫോമൻസ് കാണിക്കുന്ന കുട്ടികളെ നേരിട്ട് ISRO അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കെടുക്കുകയും ചെയ്യും. ഇപ്പൊ ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് രംഗത്ത് നിർണായകമായ സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയുന്ന സ്പേസ് സയന്റിസ്റ്റുകളാകാൻ 1 രൂപ മുടക്കാതെ പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം, വലിയമല, ട്രിവാൻഡ്രം. വലിയ സാധ്യതയുള്ള ഒരു സ്ഥലം. അപ്പൊ ആ ഒരു സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്താം. ഇത് കൂടാതെ രണ്ടാമത്തെ സാധ്യതയാണ് കീം, കേരളത്തിന്റെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എക്സാം എന്ന് പറയുന്ന കീമിലൂടെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ആദ്യത്തെ ഈ 2,50,000 പെടാൻ കഴിയില്ല എങ്കിൽ നമുക്ക് അടുത്തൊരു കീം എന്ന് പറയുന്ന ഒരു എക്സാം, കീം എന്ന് പറയുന്ന കേരളത്തിന്റെ എക്സാമിനേഷൻ എഴുതിയാൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ടോപ്പ് ലെവൽ റാങ്കിങ് ഉള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ്, എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ് കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ 4-5 ടോപ്പ് ലെവൽ സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ് കേരളത്തിലുണ്ട്. 136 എല്ലാ ഒന്നും ടോപ്പ് ഒന്നുമല്ല, 4-5 ടോപ്പ് ലെവൽ എഞ്ചിനീയറിംഗ് ആൾ ഇന്ത്യ റാങ്കിങ്ങിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശൂർ, അതുപോലെ തന്നെ പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബോട്ടൺ ഹിൽ, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടെക്നോളജി, പിന്നെ പാമ്പാടി, കോട്ടയം 3 ടോപ്പ് ലെവൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അഗതേത്തറ പാലക്കാട്, മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമാങ്ങൽ. ഈ 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, ഇതൊക്കെ ടോപ്പ് ലെവൽ കോളേജസ് ആണ്. പിന്നെ ഒരു 4-5 സെൽഫ് ഫൈനാൻസിങ് ടോപ്പ് ലെവൽ കോളേജസുകളും. അപ്പൊ ഈ എവിടെയെങ്കിലും അഡ്മിഷൻ നേടിയാലും വലിയ സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരെണ്ണമാണ് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ്. കുസാറ്റിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, തൃക്കാക്കര ക്യാമ്പസുകളും പുളിങ്കുന്ന് ക്യാമ്പസുകളും 2 ക്യാമ്പസ് ഉണ്ട്. കുട്ടനാട്ടിലെ പുളിങ്കുന്നിലും പിന്നെ എറണാകുളത്തെ തൃക്കാക്കരയിലും 2 ക്യാമ്പസിലെ എഞ്ചിനീയറിംഗ്.
ഈ സ്ഥലങ്ങളിലൂടെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു വരുന്നവർ അവരുടെ എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് ഇയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ഉണ്ട്, ഗേറ്റ്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഈ പറയുന്ന മുൻനിര സ്ഥാപനങ്ങളിൽ IITs, NITs ആൻഡ് IIITs പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ കഴിയും, MTech ചെയ്യാൻ കഴിയും, MS ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ ഫ്രീ, കാരണം 12,500 രൂപ ഇപ്പൊ തന്നെ അതിന് സ്കോളർഷിപ്സ് ഉണ്ട്, മന്ത്ലി സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പോൾ വളരെ ഭംഗിയായി ഹയർ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗിൽ പൂർത്തിയാക്കാൻ കഴിയും. ഈ ഒരു വലിയ സാധ്യതയും മുന്നിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ കുസാറ്റിൽ തന്നെ വലിയ സാധ്യതയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. കുസാറ്റിൽ ഈ നമ്മുടെ ജനറൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വിട്ടിട്ട് ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കുസാറ്റിൻ്റെതായിട്ടുണ്ട്. കാരണം അവരുടെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കാൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഫോട്ടോണിക്സിൽ, അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് ലെവൽ, ഇപ്പൊ അവിടെ മെറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, നേവൽ ആർക്കിടെക്ചർ ഉണ്ട്, ഷിപ്പ് ബിൽഡിംഗ് ഉണ്ട്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതൊക്കെ കുസാറ്റിന്റെ മാത്രം ഉള്ള വലിയ സാധ്യതകളാണ്. ഏറ്റവും വലിയ തൊഴിൽ സാധ്യതയുള്ള ഇനിയത്തെ മേഖലയാണ് MBA, മാനേജ്മെന്റ് സെക്ടർ. മാനേജ്മെന്റ് സെക്ടറിലും ഒരുപാട് സാധ്യതകളുണ്ട്. അതിലും ഒരു ഗ്രാജുവേഷന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഗ്രാജുവേഷന് ശേഷം കാറ്റ് എന്ന് പറയുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, കാറ്റ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ പരീക്ഷകൾ എഴുതിക്കൊണ്ട് നമ്മുടെ IIMs എല്ലാം ടോപ്പ് ലെവൽ, അഹമ്മദാബാദ് IIM മുതൽ കേരളത്തിലുള്ള IIM കോഴിക്കോട് വരെ ടോപ്പ് ലെവൽ IIMs ആണ്. അപ്പൊ ആ IIMs അഡ്മിഷൻ നേടിയാൽ അതും ഒരു ബെറ്റർ കാരിയറിനുള്ള ഏറ്റവും വലിയൊരു സാധ്യതയാണ് IIMs എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇന്ന് ഏത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും പോകാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ഉപമേഖലകളുണ്ട്. MBA ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉപമേഖലകളുണ്ട്. മറ്റേ 1-2 MBAs ആയിരുന്നു. ഇപ്പൊ അതല്ല, ഒരുപാട് ഉപമേഖലകളിൽ MBA കോഴ്സുകളുണ്ട്. അവിടെ പോകാൻ അതിനുള്ള സാധ്യതകൾ തുറന്നു തന്നെ കിടക്കുക. എപ്പോഴും ട്രഡീഷണൽ പഴയ അവരുടെ ആ ബ്രാഞ്ചസിന് വലിയ സാധ്യത ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ, ഇടയ്ക്ക് ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഉദാഹരണം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴേക്ക് ഇപ്പോഴും സിവിൽ എഞ്ചിനീയറിംഗിന്റെ സാധ്യതയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. കാരണം അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് 5-6 ഉപമേഖലകളാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിനാണെങ്കിലും, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിനാണെങ്കിലും, വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിലാണെങ്കിലും, ജിയോ സെൻസിംഗിലാണെങ്കിലും ഒരുപാട് സാധ്യതകളുണ്ട്. അവിടെ ഒരാൾ സ്പെഷ്യലൈസേഷനിലേക്ക് പോകും. അപ്പൊ ആ സ്പെഷ്യലൈസ്ഡ് ആൾക്കാർക്ക് ഇപ്പോഴും വലിയ ഡിമാൻഡാണ്. അപ്പൊ അത്തരത്തിലേക്ക് പോകാൻ കഴിയുന്ന എഞ്ചിനീയറിംഗ് മേഖലകൾ, അതുപോലെ തന്നെയാണ് MBAയിലും ഒരുപാട് ഉപവിഭാഗങ്ങൾ. ആ MBA സാധ്യതകൾ ഉപയോഗിക്കപ്പെടണം. പക്ഷെ അവിടെയും പഠിക്കേണ്ടത് നാട്ടിലെ ഒരു MBA സർട്ടിഫിക്കറ്റ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട. അതിലെ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലെ ഏറ്റവും പ്രധാനമായി സിംബിയോസിസ് പൂനെയാണ്. പിന്നെ സേവിയർ ലേബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജാംഷഡ്പൂർ ഉണ്ട്. ഒരുപാട് ടിസ് ഉണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ MBAയിൽ വളരെ മുൻഗണനയിൽ നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പിന്നെ വരുന്നത് ഐസർ. നമ്മുടെ കുട്ടികൾ അധികം പേര് സെലക്ട് ചെയ്യാത്തൊരു മേഖലയാണ് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പ്രത്യേകത 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രീസ് ആണ്. BS-MS എന്നാണ് അവരുടെ കോഴ്സുകളുടെ പേര്. അത് വലിയ സാധ്യതയുണ്ട്. ശാസ്ത്ര പഠന രംഗത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ഫ്രീ ആയി അവസരം കിട്ടുന്ന വലിയൊരു സാധ്യതയാണ് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ട്രിവാൻഡ്രത്തെ ഐസർ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ട്രിവാൻഡ്രത്തെ ഐസർ വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ട്രിവാൻഡ്രത്തെ ഐസറിലെ പഠനത്തിലൂടെ വലിയ ശാസ്ത്ര ഗവേഷണ രംഗത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സ്ഥാപനമാണ് അത്. ഐസർ പൂനെയുണ്ട്, ഐസർ തിരുപ്പതിയുണ്ട്, 7 എണ്ണം ഉണ്ട്. ഐസറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐസറാണ് ട്രിവാൻഡ്രം ഐസർ. ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഐസറിലെ അഡ്മിഷന് 3 ഓപ്ഷൻസ് ആണ്. ഒന്ന്, അത് എനിക്ക് തോന്നുന്നു 10th വളരെ കാര്യമായി കേൾക്കേണ്ട ഒരു സാധനമാണത്. ഈ ഐസറിന്റെ അഡ്മിഷൻ 3 സെക്ടറിലൂടെയാണ്. ഒന്ന്,
KVPY എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. കിഷോർ വിജ്ഞാൻ പ്രോത്സാഹൻ യോജന എന്നാണ് അതിന്റെ പേര്. KVPY, കിഷോർ വിജ്ഞാൻ പ്രോത്സാഹൻ യോജന. ആ ടെക്സ്റ്റ് സയൻസ് കുട്ടികൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അവർക്ക് +1 എഴുതാം, +2 എഴുതാം, ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ. +1 +2 എഴുതുന്ന കുട്ടികൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ക്വാളിഫൈഡ് ആകുന്ന കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട് ഐസറിൽ. ഐസറിൽ സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഇനി ഐസറിൽ കിട്ടിയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആരോ അവിടെ പരിപാടിയിലാണെന്ന് പറഞ്ഞ പിന്നെ നോക്കാം. അവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഐസറിൽ ഒരു കുട്ടി അഡ്മിഷൻ നേടണമെങ്കിൽ KVPY റാങ്ക് ചെയ്യണം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ഐസറില് ഈ KVPY എന്ന കുട്ടിക്ക് ഐസറിൽ പോകാൻ കഴിയുന്നില്ല എങ്കിൽ ആ കുട്ടി മറ്റെവിടെയെങ്കിലും സയൻസ് ഗ്രാജുവേഷൻ പഠിച്ചാൽ, എഞ്ചിനീയറിംഗിന് പറ്റത്തില്ല, മെഡിക്കലിന് പറ്റത്തില്ല, സയൻസ് ഗ്രാജുവേഷന് പഠിച്ചാൽ ആ കുട്ടിക്ക് 5,000 rupees മന്ത്ലി സ്കോളർഷിപ്പ് കിട്ടും. പ്ലസ് കണ്ടിജൻസി അലവൻസ് ആയി 20,000 rupees പെർ ഇയർ കിട്ടും. ഒറ്റ കണ്ടീഷൻ, ഓരോ വർഷവും അതാത് വിഷയങ്ങളുടെ പേപ്പറുകൾ മിനിമം 60% കവർ ചെയ്യണം. 85% അറ്റൻഡൻസും ഉണ്ടാകും. ആ കുട്ടി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴേക്ക് ആ 5,000 എന്ന് പറയുന്ന 7,500 ആണ്. അതും കഴിഞ്ഞ് റിസർച്ച് ചെയ്യണമെങ്കിൽ 30,000 ആണ്. വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് KVPY. കഴിയുമെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും 11ലും 12ലും ആ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഒന്ന് എഴുതണം. കിഷോർ വിജ്ഞാൻ പ്രോത്സാഹൻ യോജന. അത് എഴുതുന്ന കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട് ഐസർ. രണ്ടാമത്തത് ഐസറിലെ ഡയറക്റ്റ് എൻട്രി. ഡയറക്റ്റ് എൻട്രി മീൻസ് ഓരോ വർഷവും CBSEക്കും ICSEക്കും കേരള സിലബസിനും ഇത്ര സ്കോറിന് മുകളിലുള്ളവർക്ക് ഡയറക്റ്റ് ആയി അവരുടെ എൻട്രൻസ് ടെസ്റ്റ് എഴുതാം ഐസറിൽ. കഴിഞ്ഞ വർഷം അത് CBSEക്ക് 12ാം ക്ലാസ് 97ഉം കേരളയ്ക്ക് 98ഉം ആയി. ആ പെർസെൻറ്റേജ് ഉള്ളവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അവരുടെ എൻട്രൻസ് എഴുതാം. ആ എൻട്രൻസിലൂടെ അഡ്മിഷൻ നേടിയെടുക്കാൻ പറ്റും ഐസർ. മൂന്നാമത്തത് JEE അഡ്വാൻസ്ഡില് റാങ്ക് ചെയ്താൽ അതിലെ മെച്ചപ്പെട്ട റാങ്കുകാർക്കും ഐസറിൽ അഡ്മിഷൻ കിട്ടും. ഈ 3 സാധ്യതകളിലൂടെയാണ് ഐസർ പോവുക. അധികം കേരളത്തിലെ കുട്ടികൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് സാധ്യതകളുള്ള വലിയ ഒരു മേഖലയാണ്. സ്വപ്നം കാണാൻ കഴിയാത്ത പദവിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഐസർ എന്ന് പറയുന്നത്. ഐസറിൽ ഇന്ത്യയിലെ അത്ഭുതകരമായ ഒരു ഗ്രാമമുണ്ട്. അത് കേരളത്തിലാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാറയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തെ വിളിക്കുന്നത് ഐസർ ഗ്രാമമെന്ന്. ആ ഒരൊറ്റ വില്ലേജിൽ നിന്ന് 8 കുട്ടികൾ ഇന്ത്യയിലെ വിവിധ ഐസറുകളിൽ പഠിക്കുന്നു. ഒരു കുട്ടിയാണ് ആദ്യം പോയത്. അതിന്റെ പുറകെ പോയവരാണ് 8 പേരോളം പഠിക്കുന്ന ഒരു എടവനക്കാട് എന്ന് പറയുന്ന, ഞാറയ്ക്കലിനടുത്തുള്ള എടവനക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. എടവനക്കാട് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഐസർ വില്ലേജ് എന്ന അത്ഭുതകരമായ ആൾക്കാർ നോക്കുന്ന ഒരു വില്ലേജാണ്. കാരണം അത്രയും കുട്ടികൾക്ക് ഐസറിൽ പോകാൻ പറ്റി. പൂനെ മുതൽ ട്രിവാൻഡ്രം മുതൽ തിരുപ്പതി മുതൽ എല്ലാ ഐസറുകളിലും ആളുള്ള ഒരു ഗ്രാമമാണ് എടവനക്കാട് എന്ന് പറയുന്ന എറണാകുളത്തിന്റെ വൈപ്പിനുള്ള ഒരു സ്ഥലം. അപ്പം ഒരുപാട് സാധ്യതകളുള്ള സ്ഥലം. ഇനി ഒരെണ്ണം കൂടി ഞാൻ സൂചിപ്പിക്കാം. വലിയ സാധ്യതയുള്ള, അധികം പേരും ശ്രദ്ധിക്കപ്പെടാത്തൊരു മേഖലയാണ് IMU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആസ്ഥാനം ചെന്നൈയാണ്. കൊച്ചി, കൽക്കട്ട, ഗാന്ധിനഗർ, അഹമ്മദാബാദ്, ഗാന്ധിനഗർ, നവി മുംബൈ ഒക്കെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് IMU. വലിയ സാധ്യതകളുള്ള കോഴ്സാണ്. പ്രധാനപ്പെട്ട കോഴ്സുകൾ BSc നോട്ടിക്കൽ സയൻസ്. കപ്പലുകളിലെ ഓഫീസർമാരായി വരുന്നത് BSc നോട്ടിക്കൽ സയൻസുകാരാണ്. BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സാധ്യത. നേവൽ ആർക്കിടെക്ചറിന്റെ എഞ്ചിനീയറിംഗ് സെക്ടർ ഉണ്ട് അവിടെ. ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മെയിൻ്റനൻസിന്റെ BTech ഉണ്ട്. വലിയ സാധ്യതകളുള്ള ഒരു വലിയ മേഖലയാണ് ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി IMU. കൊച്ചിയാണ് അവരുടെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലൊന്ന്. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചെന്നൈയാണ്.
LLB എന്ന് പറയുന്നത് ഇപ്പോഴതിന്റെ സാധ്യത നുവാൽസ് ആണ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലോ സ്റ്റഡീസ്. പണ്ട് നമ്മുടെ ലോ കോളേജുകളിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ലോ കോളേജുകളല്ല, ഇപ്പം അതിന്റെ സാധ്യത ഈ നുവാൽസ് എന്ന് പറയും, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലോ സ്റ്റഡീസ്. ഇപ്പൊ കേരളത്തിലുണ്ട് നുവാൽസിന്റെ ഒരു സെന്റർ കളമശ്ശേരിയിലുണ്ട്. നുവാൽസിൽ +2 കഴിഞ്ഞിട്ട് അവരുടെ നേരിട്ട് ക്ലാറ്റ് എന്ന് പറയുന്ന കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു അഡ്മിഷൻ ടെസ്റ്റ് ആണ്. ആ പ്രൊസീജിയറിലൂടെ പോയി കഴിഞ്ഞാലാണ് നുവാൽസിൽ അഡ്മിഷൻ കിട്ടുക. നിയമം പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം നുവാൽസിലൂടെ ഡിഗ്രി നേടുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ സാധ്യതയും അതാണ്. നുവാൽസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലോ സ്റ്റഡീസ്. NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, പാൽഡി, അഹമ്മദാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അവിടുത്തെ ഡിഗ്രിയുടെ പേര് BDis എന്നാണ്, ബാച്ചുലർ ഇൻ ഡിസൈൻ. അതുപോലെ തന്നെ MDis ഉണ്ട്, മാസ്റ്റർ ഇൻ ഡിസൈൻ. ഒരുപാട് കടന്ന് അഡ്മിഷൻ നേടേണ്ട ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ക്യാമ്പസ് എന്ന് വിളിക്കപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നേരിട്ട നിയന്ത്രണത്തിലുള്ള ഏറ്റവും ടോപ്പ് ക്യാമ്പസ് ആണ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസുകൾ ഇന്ത്യയിലുള്ള ഇന്ത്യൻ റേറ്റിംഗിലെ നമ്പർ 1 എന്ന് പറയുന്ന സ്ഥാപനമാണ് NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, പാൽഡി, അഹമ്മദാബാദ്. ഓഫ് ക്യാമ്പസുകളുണ്ട് കേട്ടോ, ഓഫ് ക്യാമ്പസുകളുണ്ട്. പിന്നെ അവർക്ക് ബാംഗ്ലൂർ ഓഫ് ക്യാമ്പസ് ഉണ്ട്, ഗാന്ധിനഗർ ഓഫ് ക്യാമ്പസ്. BDis, MDis എന്ന് പറയുന്ന വലിയ അത്ഭുതകരമായ ഡിഗ്രികൾ സമ്മാനിക്കുന്ന സ്ഥലവും നെഹ്റുവിന്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനം. ഇന്ത്യയുടെ ശാസ്ത്ര ഇത്രയേ ഉള്ളൂ. മോഡേൺ ടെക്നിക്സിന് ഇന്ത്യയുടെ ഏൻഷ്യൻ ടെക്നോളജിയുമായി കണക്ട് ചെയ്യുന്ന ലോട്ട എന്നാണ് വിളിക്കപ്പെടുന്നത്. ലോട്ട എന്ന് പറയുന്ന പാത്രം ഉണ്ടല്ലോ ഇന്ത്യൻസിന്റെ, ആ പാത്രത്തിന്റെ പ്രത്യേകത കക്ഷത്തി വെക്കാം, തലയിൽ വെക്കാം, തോളത്ത് വെക്കാം, എങ്ങനെയും വെക്കാം. ആ ടെക്നോളജി മോഡേൺ സയൻസുമായി ബന്ധപ്പെടുത്തുന്ന ഒരു രീതിയാണ് NID. നമ്മുടെ വെളിമൺ എന്ന് പറയുന്ന സ്ഥലത്ത് കുണ്ടറയില് ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും BDis തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരള എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തൊരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. അവരുടേതും 4 years BDis എന്ന് പറയുന്ന ഡിഗ്രിയാണ്. ഫാഷൻ ടെക്നോളജിയിൽ ഒരു ഡിഗ്രിയാണ്. അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് പിന്നെ ഇന്ത്യയിലെ ഫാഷന്റെ ഓൾ ഇന്ത്യ ഒരു വലിയ ഫേമസ് ആയ സ്ഥാപനമുണ്ട്, IIFT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. പിന്നെ അത് വലിയൊരു സ്ഥാപനമാണ്. നമ്മുടെ കേരളത്തിൽ അതിലെ നമ്പർ 1 സ്ഥാപനങ്ങളിലൊന്ന് കേരളത്തിലാണ്, തോട്ടട കണ്ണൂർ. അത് +2 കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്ഥാനമാണ്. അതും എൻട്രൻസ് ആണ്, ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ്. ആ എൻട്രൻസ് കഴിഞ്ഞിട്ട് അവിടെ അഡ്മിഷൻസ് നേടാം. അതിനകത്തൊരു കണ്ടീഷനേ ഉള്ളൂ, അവിടെ പിന്നെ ബാച്ചുലർ ഇൻ ഫാഷൻ ടെക്നോളജി ഉണ്ട്, BF ടെക് എന്ന് പറയുന്നത്. BFT ഉണ്ട്, ബാച്ചുലർ ഇൻ ഫാഷൻ ടെക്നോളജി ഉണ്ട്, BF ടെക്, ബാച്ചുലർ ഇൻ ഫാഷൻ ടെക്നോളജി ഉണ്ട്. അതിന് വേണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് +2 ആയിരിക്കും. മറ്റേതിന് അത് ബാധകമല്ല. ഫാഷൻ ടെക്നോളജി അത് എല്ലാ ഫാഷനും ഉണ്ട്, നീറ്റ് വെയർ ഫാഷൻ, പിന്നെ എല്ലാ ഫാഷന്റെയും പിന്നെ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന സ്ഥലവും പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്. MF ടെക്കും ഉണ്ട്, മാസ്റ്റർ ഇൻ ഫാഷൻ ടെക്നോളജി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏറ്റവും വലിയ സാധ്യതകളുള്ളൊരു മേഖലയാണ് ഹ്യൂമാനിറ്റീസിലെ ഏത് സെക്ടർ എടുത്താൽ. ഹ്യൂമാനിറ്റീസ് സെക്ടറിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴും നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ 60% ആൾക്കാരെ കിട്ടാനില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ 60% ആൾക്കാരെ കിട്ടാനില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് പിന്നെ MA എക്കണോമിക്സ്, നമ്മുടെ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് ധാരാളം പോസ്റ്റുകൾ, സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ധാരാളം പോസ്റ്റുകളുണ്ട്, ജിയോളജി, ജോഗ്രഫി ധാരാളം പോസ്റ്റുകൾ, സോഷ്യോളജി. പക്ഷെ ഇതൊന്നും മെച്ചപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് മെച്ചപ്പെട്ട ഡിഗ്രീസുമായി വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ആ സാധ്യതകൾ അങ്ങനെ തന്നെ നിലനിൽക്കും. ഇനി ലാംഗ്വേജസിനാണെങ്കിൽ ഏറ്റവും വലിയ സാധ്യതയുള്ളതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ. അതിലൊരു 8 യൂണിവേഴ്സിറ്റിയാണ് ടോപ്പ്. ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം മെച്ചമാണ്, പക്ഷെ അതിനേക്കാൾ ടോപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്. ഇതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠനത്തിൽ, ഭാഷാ പഠനത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് IFLU, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്. പിന്നെ നമ്മുടെ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ലാംഗ്വേജസ്, ഹ്യൂമാനിറ്റീസിൽ നിന്ന് ലാംഗ്വേജസിലേക്ക് വരുന്നവർക്ക് വലിയ സാധ്യതകളുണ്ട്.
എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇതിനൊക്കെ വലിയ സാധ്യതകളുണ്ട്. പക്ഷെ അത് നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നത് കൂടി നിർണായകമായി. വെറുതെ ഒരു 45% ഡിഗ്രിയിൽ 50% ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു വിലയും അതിന്. സിവിൽ സർവീസിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് തെറ്റിദ്ധാരണയുള്ള ഒരു മേഖലയാണ്. സിവിൽ സർവീസിന്റെ പ്രത്യേകത ഗ്രാജുവേഷൻ മതി. ഒരിക്കലും പെർസെന്റേജ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇത്ര പെർസെന്റേജ് വേണം. ഗ്രാജുവേഷൻ പാസ്സായിരിക്കും, ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും. പ്രിലിമിനറി, മെയിൻ. പ്രിലിമിനറിക്ക് ഒരു സാധ്യതയില്ല. 2 ചെറിയ പരീക്ഷകൾ, ആ പരീക്ഷകൾ പാസ്സാകുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ പരീക്ഷ എഴുതാൻ പറ്റും. മെയിനിൽ 9 പേപ്പർ, 9 പേപ്പർ. 9 പേപ്പറിൽ 2 പേപ്പർ പാസ്സായാൽ മതി. 2 പേപ്പറിന്റെ മാർക്ക് എടുക്കത്തില്ല. ഒന്ന് ഇംഗ്ലീഷിന്റെ ഒരു പേപ്പർ, ജസ്റ്റ് പാസ് മതി, അതിന്റെ മാർക്ക് സ്കോറിന് കൂട്ടത്തില്ല. രണ്ടാമത്തെ ഇന്ത്യയിലെ ഒരു റീജിയണൽ ലാംഗ്വേജ്, 14 ഭാഷകളിൽ ഏതെങ്കിലും ഭാഷയിലെ ഒരു പേപ്പർ, അതിന്റെ മാർക്കും കൂട്ടത്തില്ല. പിന്നെ വരുന്ന 7 പേപ്പറിന്റെ മാർക്കാണ് റാങ്കിങ്ങിന് എടുക്കുക. അതിലെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ജനറൽ എസ്സേ. ഒറ്റ എസ്സേ 3 മണിക്കൂർ 250 മാർക്ക്, ഒറ്റ എസ്സേ. പിന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. 4 ജനറൽ സ്റ്റഡീസ് പേപ്പറുകൾ. ഇന്ത്യയുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഫോറിൻ അഫയേഴ്സ്, പിന്നെ ഫ്ലോറ ആൻഡ് ഫ്യൂണ, നമ്മുടെ മറ്റ് കൾച്ചർ എല്ലാം കൂടി വരുന്ന 4 പേപ്പറുകൾ. ജനറൽ സ്റ്റഡീസ് 4 പേപ്പറുകൾ, ഒരു ജനറൽ എസ്സേ. പിന്നെ ഏതാണോ ഗ്രാജുവേഷൻ സ്പെഷ്യലൈസേഷൻ അതിലെ 2 പേപ്പർ. അങ്ങനെ 5 2 7 പേപ്പർ. ഈ 7 പേപ്പറിന്റെ മാർക്ക് പ്ലസ് ഇന്റർവ്യൂ ആണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അതില് ഉള്ള എഫക്റ്റ് ആണെന്ന് നോക്കണം. ഈ 7 പേപ്പറേ ഉള്ളൂ. 9 പേപ്പർ എഴുതണം. പക്ഷെ മറ്റു 2 പേപ്പർ പാസ്സായില്ലെങ്കിൽ ഇതിന്റെ മാർക്ക് എടുക്കത്തുമില്ല. പക്ഷെ ആ 2 പേപ്പർ, ഇംഗ്ലീഷിന്റെയും റീജിയണൽ ലാംഗ്വേജിന്റെയും പേപ്പറിന്റെ മാർക്ക് റാങ്കിങ്ങിന് എടുക്കത്തില്ല. പക്ഷെ അത് പാസ്സായാലേ ഇത് കൂട്ടുകൊള്ളുന്നേ ഉള്ളൂ. വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ് സിവിൽ സർവീസ്. പിന്നെ കേരളയിലെ ഒരു കുട്ടി സിവിൽ സർവീസ് എഴുതുകയാണെങ്കിൽ പ്രിലിമിനറി കഴിഞ്ഞാൽ സിവിൽ സർവീസ് അക്കാഡമിയിൽ ഫ്രീ ആയി കോച്ചിങ് തരും തിരുവനന്തപുരത്ത് മെയിൻ എഴുതാൻ. മെയിൻ പാസ്സാകുന്ന ഒരു കുട്ടിക്ക് ഇന്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്താൽ ഡൽഹിയിൽ കുട്ടിക്കും പേരന്റിനും പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഡൽഹി കേരള ഹൗസിലെ താമസവും കേരള ഗവൺമെന്റ് വക ഫ്രീ ആണ്. ഇത്രയും വലിയ ഓഫറാണ് ഗവൺമെന്റ് ഓഫ് കേരള ഒരു സിവിൽ സർവീസ് എഴുതുന്ന കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത്. കലാപഠനവുമായി ബന്ധപ്പെട്ട് ബാച്ചലർ ഇൻ തിയേറ്റർ ആർട്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ BA മ്യൂസിക്, BA ഡാൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കോഴ്സുകൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസ്, ഞാനൊന്ന് പെട്ടെന്ന് ആ സ്ഥാപനങ്ങളൊന്ന് പറഞ്ഞു തരാം. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും കലാപഠനത്തിനുള്ള ഒരുപാട് സാധ്യതകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് പിന്നെ നമ്മുടെ ശ്രീശങ്കര സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയാണ്, കാലടി. അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്കില് BA മ്യൂസിക് ഉണ്ട്, MA മ്യൂസിക് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് MPhilഉം PhD ഉണ്ട് മ്യൂസിക്കിൽ. പിന്നെ അവരുടെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെയിന്റിംഗില് ബാച്ചലർ ഇൻ ഫൈൻ ആർട്സ് പെയിന്റിംഗ്, ബാച്ചലർ ഇൻ ഫൈൻ ആർട്സ് മ്യൂറൽ പെയിന്റിംഗ്, ബാച്ചലർ ഇൻ ഫൈൻ ആർട്സ് സ്കൾപ്ചർ, ബാച്ചലർ ഇൻ പിന്നെ മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ് MFA ഉണ്ട്. MFA പെയിന്റിംഗില്, മ്യൂറൽ പെയിന്റിംഗില്, സ്കൾപ്ചറിൽ. പിന്നെ അവർക്ക് തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തിയേറ്റർ ഉണ്ട്, MA തിയേറ്ററും PhD തിയേറ്ററും ഉണ്ട്. പിന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാൻസില് BA ഡാൻസും MA ഡാൻസും PhD ഡാൻസും ഉണ്ട്. പക്ഷെ 2 കണ്ടീഷനേ ഉള്ളൂ, മോഹിനിയാട്ടവും ഭരതനാട്യവും മാത്രമേ ഉള്ളൂ. മോഹിനിയാട്ടവും ഭരതനാട്യവും സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാൻസ് ഉണ്ട്, വലിയ സാധ്യതയുള്ളതാണ്. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് MA മ്യൂസിക്, BA കർണാട്ടിക് മ്യൂസിക്, ഇത് സാധ്യതയുണ്ട്. BA ഭരതനാട്യം, MA ഭരതനാട്യം, അത് അവർക്കുണ്ട്. പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ MPhil തിയേറ്റർ ആർട്സ്, PhD തിയേറ്റർ ആർട്സ്. പിന്നെ RLV കോളേജ് ഓഫ് മ്യൂസിക് തൃപ്പൂണിത്തറ, അവിടെ BA മ്യൂസിക് വോക്കല്, വീണ, വയലിൻ, മൃദംഗം. MAയും അതുപോലെ തന്നെ വോക്കല്, പിന്നെ വീണ, വയലിൻ, മൃദംഗം. പിന്നെ BA ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി വേഷം, കഥകളി സംഗീതം, പെർഫോമിംഗ് ആർട്സിൽ. അതുപോലെ തന്നെ MAയും ഉണ്ട്. പിന്നെ BFA പെയിന്റിങ്ങും അപ്ലൈഡ് ആർട്ട് ആൻഡ് സ്കൾപ്ചർ എന്ന് പറയുന്ന ഒരു ഡിഗ്രി കൂടിയുണ്ട്, BFA. അത് MFAയും ഉണ്ട്. പിന്നെ RLV കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ. അതുപോലെ തന്നെ സെന്റ് തെരേസസ് കോളേജ് എറണാകുളം, അത് ഓട്ടോണമസ് ആണ്, അവർക്ക് BA MA ഭരതനാട്യത്തിന്റെ കോഴ്സ് ഉണ്ട്.
പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെന്റ് കോളേജ് ചിറ്റൂര് BA മ്യൂസിക് വിത്ത് മ്യൂസിയോളജി ആൻഡ് ഇൻസ്ട്രുമെന്റ് മ്യൂസിക്, MA മ്യൂസിക് വിത്ത് ഓപ്പറ ആൻഡ് കമ്പാരിറ്റീവ് മ്യൂസിക്. പിന്നെ അതുപോലെ തന്നെ ചെമ്പൈ മ്യൂസിക് കോളേജ് ഉണ്ട് പാലക്കാട്. അവിടെ BA മ്യൂസിക് വോക്കലും വയലിനും വീണയും മൃദംഗവും ഉണ്ട്, MAയും ഉണ്ട് വോക്കൽ. പിന്നെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശൂർ, അവിടെ BFA പെയിന്റിംഗ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്സ്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിക്ക് മഹാരാജ കോളേജ് ഫോർ വിമൻ ട്രിവാൻഡ്രം, അവിടെ BA മ്യൂസിക്, MA ഇന്ത്യൻ മ്യൂസിക്. രാജാരവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര, അവിടെ BFA പെയിന്റിംഗ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്സ്. പിന്നെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ട്രിവാൻഡ്രം, അവിടെ BFA പെയിന്റിംഗ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്സ്, MFAയും ഉണ്ട്. പിന്നെ സാധു തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്, BA വോക്കല്, വയലിന് ഒക്കെ ഉണ്ട്, മൃദംഗമുണ്ട്. അതുപോലെ തന്നെ അവിടെയാണ് കേരള നടനത്തിന്റെ BAയും MAയും ഉണ്ട്. കേരള നടനത്തിന്റെ BAയും MAയും ഉള്ളത് ഈ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്കിൽ മാത്രമേ ഉള്ളൂ. ഇത്രയും സ്ഥലത്ത് കേരളത്തിൽ തന്നെ. ഇത് കൂടാതെ നമുക്ക് അതിനുവേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം അതിന് വേണ്ടിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് കൂടാതെ ഈ നമ്മളുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, പിന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് കേരള യൂണിവേഴ്സിറ്റി. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോഴ്സിന്റെ ഒക്കെ പ്രത്യേകത, ഇതിന്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് നമ്മൾ എങ്ങോട്ട് സ്പെഷ്യലൈസ് ചെയ്യണമെന്നും നമ്മളുടെ കപ്പാസിറ്റി വെച്ചുകൊണ്ട് അവർ തീരുമാനിക്കപ്പെടുന്നു. മറ്റേത് അങ്ങനെയല്ല. ഞാൻ നേരെ പോയി BSc കെമിസ്ട്രി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എനിക്ക് BSc കെമിസ്ട്രി അല്ല ഫിസിക്സ് ആണ് വേണ്ടത്. പറ്റുമോ? പറ്റത്തില്ല. BSc കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്ത് അങ്ങോട്ട് പോകണം. ഇവിടെ ആദ്യത്തെ 1-2 വർഷം കോമൺ ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കപ്പാസിറ്റി, നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചൊരു മേഖല നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോഴേക്കാണ് നമ്മൾ MScയിലേക്ക് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ആ ക്യാമ്പസിന്റെ ഒരു പ്രത്യേകത, ഇപ്പം ഐസർ എന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇപ്പൊ ട്രിവാൻഡ്രം ഐസറിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും മുൻനിര സ്ഥാപനങ്ങളിൽ ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ വിദേശത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ ഗവൺമെന്റ് ചെലവിൽ ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് കിട്ടും. ഈ സാധ്യതകളൊന്നും നമ്മളുടെ BSc MSc കോഴ്സുകളിൽ കിട്ടാൻ, കാരണം ഇതൊരു 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആകുമ്പോഴേ ആ സാധ്യത കൂടുതലാണ്. മറ്റേത് നമ്മുടെ ട്രഡീഷണൽ പാറ്റേൺ ആണ്. എന്ത് BSc MSc പാറ്റേൺ കുറച്ചുകൂടി ശാസ്ത്രീയമായതാണ് ഇത് വരുന്നത്, ഈ രംഗത്തേക്ക് വരുന്നത്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ IIScയിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ 1 വർഷം കോമൺ ആണ്, പിന്നെയാണ് സ്പെഷ്യലൈസേഷൻ ഇങ്ങോട്ട് മാറാൻ തീരുമാനിക്കും. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ ഫിസിക്സിന് അത് കഴിഞ്ഞിട്ടേ ഇന്ത്യയിൽ ഏഷ്യയിൽ ഒരു സ്ഥാപനമാണ്, ഏറ്റവും വലിയ സ്ഥാപനമാണ് RRI, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിഭാഗവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും ചേർന്നുകൊണ്ട് നടത്തപ്പെടുന്ന രാമൻ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് RRI, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ പോസ്റ്റ് ഗ്രാജുവേഷനും അതിന്റെ റിസർച്ചസും ഒക്കെ. അപ്പൊ അവിടെ ഇതെല്ലാ സാധനവും ഫിസിക്സുമായി ബന്ധപ്പെട്ട മുഴുവൻ സാധനങ്ങളുടെയും, അപ്പൊ അതില് പിന്നെ MSc ഫിസിക്സ്, BSc ഫിസിക്സ്, BTech ഇതൊക്കെ കഴിയുന്ന ഒരാൾക്കായിരിക്കും അവിടെ അഡ്മിഷൻസ് കിട്ടുക. അവരുടെ എൻട്രൻസിലൂടെ, എൻട്രൻസ് മാത്രമല്ല വിത്ത് ഇന്റർവ്യൂയിലൂടെയാണ്, ആപ്റ്റിറ്റ്യൂഡും ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അവരതിനകത്ത് കൊടുക്കുക. വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് RRI, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ നമ്മളുടെ ഒരുപാട് IITകളിൽ ആസ്ട്രോഫിസിക്സിന്റെ കോഴ്സുകൾ. ഞാൻ ഈ പറയുന്നതിന് വേറെ അർത്ഥവും ദയവ് ചെയ്ത് എടുക്കരുത്. ഈ ഒരു കമ്പനികൾ ഒരു എഞ്ചിനീയറെ എടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടം ഡയറക്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന കുട്ടിയേക്കാൾ അവർക്ക് താല്പര്യം പോളിടെക്നിക്കിൽ നിന്ന് വരുന്ന എഞ്ചിനീയറെയാണ്. കാരണം അയാൾക്ക് ആ ജോബ് എന്താണെന്ന് അറിയാവുന്നതാണ് അവർ പറയുന്നത്. ആ ജോബിന്റെ ഒരു എക്സ്പോഷർ കുറച്ചുകൂടി കിട്ടിയ ഒരാളായിരിക്കും ആര്, ഈ ഡിപ്ലോമയിൽ നിന്ന് അങ്ങോട്ട് വരുന്ന ഒരാൾക്ക്. അവർക്ക് കുറച്ചുകൂടി ഡിമാൻഡ് കൂടുതലുണ്ട്. നല്ലൊരു സാധ്യതയാണ് പോളിടെക്നിക്ക്. നമുക്ക് ഒരുപാട് പോളിടെക്നിക് കോളേജസുകളുണ്ട്. അവിടെ ഒരു വിഷയം എടുത്തിട്ട് അതിൽ ലാറ്ററൽ എൻട്രിയിലൂടെ എഞ്ചിനീയറിംഗിലേക്ക് കയറി വരാൻ പറ്റും. അയാൾക്ക് കുറച്ചുകൂടി ആ ഫീൽഡിനെ കുറിച്ച് കുറച്ചുകൂടി എക്സ്പോഷർ കൂടുതലുണ്ടെന്നുള്ളതാണ് നിലവിൽ ആ മേഖലയിലെ ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഒരു സംസാരം. കുറച്ചുകൂടി അവർ എക്സ്പെർട്സ് ആണെന്ന കാര്യത്തിൽ. ഇന്ന് നമ്മളുടെ ഒരു പഴയ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പണ്ട് നമുക്ക് ഒരു എഞ്ചിനീയറുടെ കീഴിൽ 4 ഓവർസിയർ,
ദാറ്റ് മീൻസ് മറ്റേത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് 4 ഡിപ്ലോമക്കാർ. ഡിപ്ലോമക്കാരുടെ കീഴിൽ 16 ടെക്നീഷ്യൻസ്. ഇതായിരുന്നു ഒരു കേരളത്തിന്റെ ഒരു ട്രഡീഷണൽ പാറ്റേൺ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ പാറ്റേൺസ്. 16 ടെക്നീഷ്യൻസ്, 4 ഓവർസിയേഴ്സ്, 1 എഞ്ചിനീയർ. ഇപ്പൊ അത് തിരിച്ചായി. 16 എഞ്ചിനീയേഴ്സ്, 4 ഓവർസിയേഴ്സ്, 1 ടെക്നീഷ്യൻ. ടെക്നീഷ്യൻസ് കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം നമുക്ക് ടെക്നിക്കൽ ക്വാളിഫൈഡ് ആൾക്കാരില്ല എന്നാ പറയാം. അപ്പൊ അതുകൊണ്ട് ഈ പോളിടെക്നിക് കോളേജുകളിൽ നിന്ന് കുറച്ചുകൂടി വിഷയം തറവായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വിഷയത്തെ ആധികാരികമായ സ്കിൽ ബേസ്ഡ് ആയ ഒരു സാധനമാണല്ലോ പോളിടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ സ്കില്ല് ഉള്ള ഒരു ആളെ കിട്ടും. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ പറയുന്നതാണ് സ്കിൽസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കണ്ടീഷൻസ് പറയുന്നത് അവിടെയാണ്. അപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളിനെ കിട്ടുന്ന ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് കിട്ടുന്നത് ആ രീതിയിൽ വരുമ്പോഴാണെന്നാണ് പുതിയ കണ്ടെത്തലുകൾ. ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയ മേഖലയാണ്. ഫോറൻസിക് സയൻസിൽ ശരിക്കും പറഞ്ഞാല് അതിന്റെ MSc മുതലാണ് ശരിക്കും ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുള്ളത്. ഫോറൻസിക് സയൻസിൽ ശരിക്കും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഫിംഗർ പ്രിന്റ്, ജിയോളജി, അങ്ങനെ ഒരുപാട് മേഖലകളിലുണ്ട്. സൈബർ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് വരും. എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് സൈബർ വരിക. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഇപ്പൊ BSc അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോസ്റ്റ് ഗ്രാജുവേഷനിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോറൻസിക് സയൻസിന്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകനായക് ജയപ്രകാശ് നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്, ന്യൂഡൽഹി. അതാണ് ഇന്ത്യയിലെ നമ്പർ 1 എന്ന് പറയുന്ന ഫോറൻസിക് സയൻസിൽ. ലോകനായക് ജയപ്രകാശ് നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്, ന്യൂഡൽഹി. രണ്ടാമത്തത് ഗുജറാത്ത് ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, ഗാന്ധിനഗർ. മൂന്നാമത്തത് മദ്രാസ് യൂണിവേഴ്സിറ്റി, ചെന്നൈ. നാലാമത്തത് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്. അഞ്ചാമത്തത് അമിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസ്, നോയിഡ, ഡൽഹിയിലെ നോയിഡ. ഇതാണ് ടോപ്പ് ഇന്ത്യയിലെ MSc ഫോറൻസിക് സയൻസിലെ ഏറ്റവും വലിയ സാധ്യതകളുള്ള മേഖലകൾ ഇതാണ്. ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ റാങ്കിങ്ങിൽ എടുത്തു നോക്കിക്കൊള്ളുക. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ലോകനായക് ജയപ്രകാശ് നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്, ന്യൂഡൽഹി ആണ് ടോപ്പ്. സെക്കൻഡ് ആണ് ഗുജറാത്ത് ഫോറൻസിക് യൂണിവേഴ്സിറ്റി, ഗാന്ധി. കൊമേഴ്സുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് CA, ജീവിതകാലം മുഴുവൻ ജോലിയാണ് CA, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. രണ്ടാമത്തെ CS, കമ്പനി സെക്രട്ടറി, വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് കമ്പനി സെക്രട്ടറി. മൂന്നാമത്തതാണ് കോസ്റ്റ് അക്കൗണ്ടന്റ്. അപ്പൊ ഈ 3നും ഒരു പ്രശ്നവുമില്ല. നിലവിൽ ഇതിന് വലിയ സാധ്യതയുണ്ട് ഇപ്പോഴും. അപ്പോൾ എനിക്ക് അതിനോടൊരു ചെറിയ ഒരു അഭിപ്രായം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളൂ. ഈ CAക്ക് പോകുമ്പോഴേക്ക് വിത്ത് ഒരു ഡിഗ്രി കൂടി ആണെങ്കിൽ കുറച്ചുകൂടി അത് നല്ലതായിരിക്കും. എവിടെയെങ്കിലും വെച്ച് തിരിയണമെന്ന് തോന്നിയാൽ ഒരു ഡിഗ്രി കയ്യിൽ അപ്പോഴും ഉണ്ടാവും. BCom CA അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ആ സാധ്യതകൾ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയോജനകരമായിരിക്കും. കാരണം ഇങ്ങനെ CA ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിന് തോന്നുന്നത് CA വേണ്ടാന്ന് തോന്നിയാൽ ഒരു ഡിഗ്രി കയ്യിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ആ രീതിയിൽ അതൊരു ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി ആൻഡ് കോസ്റ്റ് അക്കൗണ്ടന്റ്. ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. മറ്റേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ലൈഫ് ലോങ് ജോലിയാണ്. ഇപ്പൊ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നത്. കൊമേഴ്സുകാർക്ക് വലിയ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ തന്നെ BCom MCom ഒരുപാട് സാധ്യതകൾ അല്ലാതെ കിടക്കുന്നുണ്ട്. കേട്ടോ, CAക്ക് ആദ്യം പ്രിലിമിനറി IPCC എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രിലിമിനറി ഉണ്ട്. മറ്റേ ഡിഗ്രി കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട, നേരിട്ട് അവരുടെ രജിസ്ട്രേഷനിലേക്ക് സെക്കൻഡിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരാളുടെ കീഴിൽ അങ്ങ് പോകുന്ന ഒരു സാധനമാണ്. അവരുടെ ക്വാളിഫയിങ് എക്സാംസ് 3 സ്റ്റെപ്പായിട്ട് ആ എക്സാംസ് എല്ലാം എഴുതാം. മറ്റേ ആദ്യത്തെ ഇന്റർവ്യൂ വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റേത് +2 കമ്പ്യൂട്ടർ ഈ കൊമേഴ്സിന്റെ കൂടെ എഴുതാൻ പറ്റുന്നതാണ് ആദ്യത്തെ ഒരു സാധനമുണ്ട്, ഒരു ഇന്റർ ഉണ്ട്. അതുകൂടി എഴുതി അങ്ങ് പോകാൻ പറ്റും. അത് 12ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന കൂട്ടത്തിൽ എഴുതി പോകാൻ പറ്റുന്ന ഒരു സാധനം. അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുന്നതാണ്. അപ്പൊ ഈ സൈക്കോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് അതിന്റെ 2-3 കണ്ടീഷൻസ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഇപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി അങ്ങനെ കുറച്ച് മാത്രം എടുത്തിരുന്ന ഒരു മേഖലകളാണ്. ആക്ച്വലി ഇത് ക്ലിനിക്കലിലും എഡ്യൂക്കേഷനിലും മാത്രമേ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ. മറിച്ച് ഇപ്പോഴും ഒരുപാട് മേഖലകൾ ഇതിന്റെ ഒരു ഇമ്പാക്ട് വരുന്നു.
സൈക്കോളജിക്കൽ ഇമ്പാക്ട് വരണം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ക്യാൻസർ പേഷ്യൻസ്, അവരുടെ ഫാമിലിയുടെ സൈക്കോ അനാലിസിസുകളും അവരുടെ ഫാമിലി പ്രോബ്ലംസ് അങ്ങനെ വരുന്നു, അവരുടെ ജീവിതത്തിന്റെ അനാലിസിസ് വരുന്നുണ്ട്, സൊസൈറ്റിയുടെ അനാലിസിസ് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെടുത്തി സൈക്കോളജി വരുന്നു. മറ്റേത് നമ്മൾ മുമ്പ് സൈക്കോളജി എന്ന് കേൾക്കുമ്പോഴേ ഒരു ഭ്രാന്തന്മാരുടെ ചികിത്സ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. സൈക്യാട്രിക്ക് അപ്പുറത്ത് സൈക്കോളജിക്ക് ഇപ്പോൾ ഒരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മളുടെ ഇവിടെ രണ്ട് കോമൺ ആയി നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന സാധനമാണ് ഏത്, സൈക്കോളജിയും സൈക്കാട്രിയും. പക്ഷെ അതല്ല, ഒരു സൈക്യാട്രിസ്റ്റിനേക്കാൾ നമ്മുടെ സൊസൈറ്റിയിൽ സൈക്കോളജിസ്റ്റിന്റെ സേവനങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പിന്നെ നമ്മുടെ ഈ അണുകുടുംബങ്ങളിൽ, ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പില്, ഈ നമ്മളുടെ മറ്റേ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റിലൊക്കെ ഈ ആളുകൾക്ക് അവരുടെ ഇഷ്യൂസ് ആരോടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ ഒരുപാട് സാധ്യതകൾ ഈ സൈക്കോളജിസ്റ്റുകളുടെ സേവനം ആവശ്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് സൈക്കോളജി. പക്ഷെ കേരളത്തിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ +2 സൈക്കോളജി ഓപ്ഷണലായിട്ടുള്ള സ്കൂളുകൾ ഏതാണ്ട് 5-6 സ്കൂളുകളുള്ളൂ. സോഷ്യോളജിയുടെ എണ്ണവും അതുപോലെ തന്നെ കുറവാണ്. സോഷ്യോളജി കമ്പാരിറ്റീവ്ലി ഉണ്ട്, സൈക്കോളജി തീരെ കുറവാണ്. പിന്നെ കോളേജുകളിൽ പോലും എടുത്താൽ പോലും 4-5 കോളേജുകളിലെ BA സൈക്കോളജി ഉള്ളൂ. ഇപ്പൊ അത് BSc സൈക്കോളജി ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ സൈക്കോളജിക്കും ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖല. കൗൺസിലിങ്ങിന്റെ ആവശ്യമുള്ള ഒരുപാട് പേരുകളുണ്ടല്ലോ. ഇപ്പൊ ഫാമിലിയിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും ഒരുപാട് മേഖലകളിലെ കൗൺസിലിംഗ് ആവശ്യമുള്ള ഒരു മേഖലയുണ്ട്. അതിൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനമാണ് ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റൽസുകളിൽ, സ്കൂളുകളിലൊക്കെ ഒരു കൗൺസിലർ മസ്റ്റ് ആണെന്നാണ് പറയുന്നത് എപ്പോഴും. കാരണം കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റിയ ഒരാൾ വേണമെന്ന്. അപ്പൊ സൈക്കോളജി സാധ്യതയുണ്ട്. കാരണം ഇപ്പം കേരളത്തിൽ തന്നെയാണെങ്കിൽ എല്ലാ പഞ്ചായത്ത്, എല്ലാ ബ്ലോക്കുകളിലും കേരള ഗവൺമെന്റിന്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഈ MSc സൈക്കോളജിയും പിന്നെ MSWയും കഴിഞ്ഞ ഒരുപാട് പെൺകുട്ടികളെ ഈ കൗൺസിലേഴ്സായി നിയമിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് ആവശ്യമായ, പെൺകുട്ടികൾക്ക് ആവശ്യമായ സഹകരണങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെലവിൽ സൈക്കോളജിസ്റ്റുകളായി നിയമിച്ചു. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബ്ലോക്കുകളിലും ഉണ്ട്, 5, 6, 7 പേര് വെച്ച് നിയമിച്ചിട്ടുണ്ട്. ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ഹോസ്പിറ്റൽസുകളുണ്ട്, വലിയ വലിയ ഫാക്ടറീസിലുണ്ട്, കമ്പനികളിലുണ്ട്, സ്ഥാപനങ്ങളിലുണ്ട്. നമുക്ക് തന്നെ കുടുംബങ്ങളിൽ തന്നെ ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു മേഖലയാണ് സൈക്കോളജി. BSc മൈക്രോബയോളജി കഴിഞ്ഞിട്ട് MSc മൈക്രോബയോളജി കുസാറ്റിൽ ചെയ്യുക. കുസാറ്റിലാണ് അതിന്റെ ഏറ്റവും വലിയ സാധ്യതയുള്ളത്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് മറൈൻ ബയോളജി ഉണ്ട്, പിന്നെ മറൈൻ ജിയോളജി ഉണ്ട്, ഓഷ്യനോഗ്രാഫി ഉണ്ട്, മറൈൻ ജിയോഫിസിക്സ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ അതിനകത്ത് അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ഫിഷറി സയൻസ് എന്ന് പറഞ്ഞിട്ട് MFSC എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അവരുടെ ഈ പിന്നെ കുസാറ്റിന്റെ ലേക്ക് സൈഡ് ക്യാമ്പസ് 3rd ക്യാമ്പസ് ആണ്. എറണാകുളം പിന്നെ കായൽ തീരത്ത് അടുത്ത് ഒരു ലേക്ക് സൈഡ് ക്യാമ്പസ് ഉണ്ട്. അവിടെ MScക്ക് ഒരുപാട് അപൂർവ കോഴ്സുകളുള്ള സ്ഥലമാണ്. MSc ഹൈഡ്രോ കെമിസ്ട്രി, ഓഷ്യനോഗ്രാഫി, മറൈൻ ജിയോളജി, മറൈൻ ജിയോഫിസിക്സ്, എൻവയോൺമെന്റൽ ടെക്നോളജി, മെറ്റീരിയോളജി, ബയോടെക്നോളജി, മറൈൻ ബയോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള മേഖലകളാണ്. അപ്പൊ അവിടെ മൈക്രോബയോളജിയിൽ ചെയ്തു കഴിഞ്ഞാൽ മൈക്രോബയോളജിക്കൊക്കെ BSc മൈക്രോബയോളജി കഴിഞ്ഞാൽ തന്നെ മൈക്രോബയോളജിസ്റ്റ് ആയിട്ടുള്ള ജോലിയൊക്കെ വളരെ സാധ്യതയുള്ള ജോലികളാണ്. അത് തന്നെയുണ്ട്. ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. നമുക്ക് ഒന്നുമില്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് മൈക്രോബയോളജി. 2 ക്യാമ്പസുകളാണ് മോളതിനെ മനസ്സിൽ കാണേണ്ടത്. ഒന്ന് കുസാറ്റ്, രണ്ടാമത്തത് പിന്നെ കുഫോസ്, അല്ലെങ്കിൽ പിന്നെ ഈ CMFRI എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CMFRI എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ SIFT എന്ന് പറഞ്ഞു, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇതൊക്കെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അവിടെയൊക്കെ ഈ മൈക്രോബയോളജിസ്റ്റുകൾക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇതൊക്കെ.